Please welcome Mr. Crane Nandakumar. നമസ്കാരം. എന്താണ് നമസ്കാരം പറയണ്ടേ? നമസ്കാരം. ഒറ്റ ചോദ്യം ചോദിക്കുന്നുള്ളൂ. നിങ്ങളെല്ലാവരും ഇതുവരെ സാറ്റിസ്ഫൈഡ് ആണോ? ഞാനും അതിലേക്ക് ചേരുന്നു എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ അനുഭവം അതായത് ഞാനൊരു കാര്യം മിക്കവാറും പറയാൻ തട്ടിപ്പിനെ കുറിച്ചാണ്. നല്ലത് പറയാൻ കഴിയാറില്ല. കാരണം എന്ന് വെച്ചാൽ തട്ടിപ്പുകാരെ കുറിച്ച് പറയാൻ ക്രൈം എന്ന് പറയുന്ന അല്ലേ, ക്രൈം എന്ന് പറഞ്ഞാൽ അതാണ്. എവിടെ കുറ്റകൃത്യങ്ങൾ ഉണ്ടോ അത് പറയാനാണ്. പക്ഷെ ഒരാളെ പിടിക്കാൻ വേണ്ടി പോയപ്പം അദ്ദേഹത്തിന്റെ കൂടെ ചേരേണ്ടി വന്നു. കാരണം അദ്ദേഹം സത്യസന്ധമാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ്. അപ്പം എൻ്റെ കൂടെ ഇപ്പം ധാരാളം ആളുകൾ നിർബന്ധിക്കുകയാണ് ഞങ്ങൾക്ക് ചേരണം, ഞാനൊരു വാക്ക് കൊടുക്കണം എന്നുള്ളത്. എനിക്ക് അവർക്ക് വാക്ക് കൊടുക്കാമല്ലോ, ഉറപ്പാണല്ലോ. അത് മതി. അതോടൊപ്പം ഞാൻ അവരെ അടുത്ത മീറ്റിങ്ങിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ വരും, അവർ ചേരും, അവർ കോട്ടേജുകളൊക്കെ വാങ്ങാൻ വരും. അതിലുപരിയായിട്ട് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം, നിങ്ങൾക്ക് വിശന്ന് പൊരിയുന്നുണ്ടെന്ന് എനിക്കറിയാം, ഒറ്റ വാക്കും. അതായത് ഈ നിഷാദ് അബൂബക്കർ എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ പരിചയപ്പെട്ടപ്പം, ഈ പദ്ധതിയെ പരിചയപ്പെട്ടപ്പം അതിന് സമാനമായിട്ടുള്ള കഷ്ടപ്പാടും ത്യാഗങ്ങളും ലക്ഷ്യബോധവും വിവരിച്ചിട്ടുള്ള ഒരു ഹൃദ്യമായ വിരുന്നാണ് ശിഹാബ് നമുക്ക് നൽകിയിരിക്കുന്നത്. നമ്മൾ ഭക്ഷണം കഴിച്ചതിൽ പോലും നമ്മുടെ മനസ്സ് വല്ലാതെ സംതൃപ്തിപ്പെട്ടു. കാരണം അദ്ദേഹം എന്താണോ പറഞ്ഞിരിക്കുന്നത്, ലക്ഷ്യബോധമുണ്ടെങ്കിൽ, സത്യസന്ധമാണെങ്കിൽ, കഠിനാധ്വാനം ചെയ്യുമെങ്കിൽ, കുറച്ചേ പ്രവർത്തിക്കുമെങ്കിൽ നമ്മൾ വിജയിക്കുമെന്നാണ്. അത് തന്നെയാണ് ഈ നിഷാദ്. ഇദ്ദേഹത്തിന് നേരെയാണ് വഴിക്കിലിട്ടിട്ട് പോകരുത്. കാരണം ഇവരെയൊക്കെ പ്രതീക്ഷകളാണ്, വലിയൊരു ലക്ഷ്യമാണ്. ഒന്നല്ല രണ്ടല്ല 28,000 പേരാണ്. 28,000 കോടീശ്വരമേ സൃഷ്ടിക്കാന്ന് പറഞ്ഞാൽ അള്ളാഹയുടെ എല്ലാ അനുഗ്രഹവും ഉണ്ടാകും എന്നുള്ളത് പ്രത്യേകം പറയുകയാണ്. അതിലപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. ദൈവം അനുഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം എന്ന് നമുക്ക് തീർത്ത് പറയാൻ പറ്റും. നമസ്കാരം.